ഹലോ എവ്രി വൺ, വെൽക്കം ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നമ്മളെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് ന്യൂ എക്കണോമിക് പോളിസീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. സോ അതിന്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചർ സെക്ടറിലും അതുപോലെ തന്നെ ട്രേഡ് സെക്ടറിൽ, ഇൻഡസ്ട്രിയൽ സെക്ടറിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പം അഗ്രികൾച്ചർ സെക്ടറിൽ വന്ന ഒരു ചേഞ്ച് ആണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായ ഒരു ഇതാണ് എന്ത് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്, അതിന്റെ മെറിറ്റ്സ് എന്താണ്, അതിന്റെ ഡീമെറിറ്റ്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നിങ്ങൾക്ക് എക്സാമിന് 4 മാർക്കിനൊക്കെ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്നുള്ളത്. The Green Revolution refers to a period. ഒരു പീരീഡിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ mid-1916 നമ്മൾ പറയുന്ന ഒരു mid-1916 ഓൺവേർഡ്സ് നമ്മൾ പറയുന്ന ഒരു ആ ഒരു പീരീഡിന് നമ്മൾ പറയുന്ന ഒരു നെയിമാണ് എന്ത് ഗ്രീൻ റെവല്യൂഷൻ. എന്താണ് ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ആണ് കൊണ്ടുവന്നത്? ഇന്ത്യ അഡോപ്റ്റഡ് ന്യൂ അഗ്രികൾച്ചറൽ ടെക്നോളജി ടു ഇൻക്രീസ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമായിരുന്നു അല്ലെ. അപ്പം അതിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരണം. ബിക്കോസ് ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ ഫോക്കസ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇൻകം ഉണ്ടാവുന്നത് അഗ്രികൾച്ചർ സെക്ടറിലൂടെയാണ്. അപ്പൊ അവരെന്താക്കി, ന്യൂ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കൂടുതലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഫുഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താക്കി, ഒരു ന്യൂ അഗ്രികൾച്ചറൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത്. എന്താണ് ആ ഒരു ടെക്നോളജി, എന്തായിരുന്നു എന്നുള്ളത് നോക്കാം. Large increase in production of food grains resulting from the use of high yielding variety seeds, irrigation facilities, fertilizers, etc., especially for wheat and rice. അപ്പൊ അവർക്ക് അതായത് നമ്മൾ ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ അവരുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് ഗോതമ്പും അരിയും ഒക്കെയാണ്. അപ്പൊ ഈ ഗോതമ്പിനും അരിയും ഒക്കെയാണ് അവർക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അവരെന്താക്കി, ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത്. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? ഹൈ yielding വെറൈറ്റി സീഡ്സ് യൂസ് ചെയ്തിട്ട്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഒരു വെള്ളം അല്ലെ, വെള്ളം നമുക്ക് അഗ്രികൾച്ചർ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പം ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവന്ന് നല്ല നല്ല ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അവർ എന്തിന്റെ ഇൻക്രീസ് കൂട്ടിയത്, ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷന്റെ ഇൻക്രീസ് കൂട്ടിയിട്ടുള്ളത്. ഈ ഒരു റെവല്യൂഷന് നമ്മൾ മറ്റൊരു പേര് പറയും, അതാണ് എന്ത് വീറ്റ് റെവല്യൂഷൻ. അതുപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. അപ്പൊ വൺ വേർഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം, ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. അപ്പൊ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്താക്കി, പുതിയ പുതിയ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ഇനി അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഗ്രീൻ റെവല്യൂഷന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഹൈ yielding വെറൈറ്റി സീഡ്സ് ആണ്. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ധാന്യങ്ങൾ കിട്ടുന്ന ഹൈ yield വെറൈറ്റി സീഡ്സ് ആണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹൈ yielding വെറൈറ്റി സീഡ്സ് ആണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെന്താണ്, നമ്മൾ ഈ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അവരെന്താക്കി, അവർ ചെറിയ രീതിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഏതൊരു കൃഷി നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ അവർ എന്ത് ചെയ്ത്, അതിന്റെ യൂസ് ഇൻക്രീസ് ആക്കി. അപ്പൊ ഇൻക്രീസ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ഒക്കെ നല്ല രീതിയിൽ അവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ എക്സ്പാൻഷൻ ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. വെള്ളം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അപ്പൊ അവരെന്താക്കി, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് തോടുകളും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ യൂസ് ഓഫ് മോഡേൺ ഫാം മെഷീനറി, ട്രാക്ടേഴ്സ്, ഹാർവെസ്റ്റേഴ്സ്, ഇങ്ങനത്തെ ആളുകളെല്ലാം ലൈക്ക് കൃഷിക്കാരല്ലാണ്ട് അവരെന്താക്കി, ഒരുപാട് മോഡേൺ മെഷീനറീസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ അങ്ങനെ നമ്മൾ മോഡേൺ മെഷീനറീസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി
അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയായിരുന്നു, നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ ഒരു ഗ്രീൻ റവല്യൂഷനിലൂടെ ഉണ്ടായത് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഇന്ത്യ ഫുഡ് ഗ്രെയിൻസ് ഉണ്ടാക്കുന്നതിൽ സെൽഫ് സഫിഷ്യന്റ് ആയി എന്നുള്ളതാണ്. അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഗ്രെയിൻസ്. നമ്മൾ ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു, പക്ഷെ എന്തായി, അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നിട്ട് ഇന്ത്യ എന്തായി, സെൽഫ് സഫിഷ്യന്റ് ആയി ഫുഡ് ഗ്രെയിൻസ് ഉണ്ടാക്കുന്നതിലും. ഫുഡ് പ്രൊഡക്ട്സിന് പകരം ക്യാഷ് പ്രൊഡക്ട്സ് ആയിരുന്നു അവരെന്താക്കിക്കൊണ്ടിരുന്നത്, അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടാണ് അവരെന്താക്കി, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് ഗ്രൈൻസിൽ ഫോക്കസ് ചെയ്ത് ഇന്ത്യ സെൽഫ് സഫിഷ്യന്റ് ആയി. പിന്നെ റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഫുഡ് ഇമ്പോർട്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് കടത്തി അയക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ എന്താക്കി, നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റി. ബിക്കോസ് ഇന്ത്യക്ക് എന്താണോ വേണ്ടത് അത് ഇന്ത്യ തന്നെ എന്താക്കുന്നുണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മോഡേണൈസ് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മോഡേണൈസ് ആക്കാൻ വേണ്ടി തുടങ്ങി. നല്ല നല്ല മെഷീനറീസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, നല്ല നല്ല വെഹിക്കിൾസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് വന്നേ, പ്രൊഡക്ടിവിറ്റി നമ്മൾ ഇൻക്രീസ് ആക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഷാർപ്പ് റൈസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ആൻഡ് റൈസ്. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തപ്പോൾ എന്തായി, നല്ല രീതിയിൽ നമ്മുടെ വീറ്റിന്റെ റൈസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ഭയങ്കര നല്ല രീതിയിൽ എന്താക്കി, ഇൻക്രീസ് ആയി എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യ ബിക്കം സെൽഫ് റിലയന്റ് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗ്രോത്ത് ഓഫ് ദി കൊമേഴ്ഷ്യൽ ഇൻപുട്ട് മാർക്കറ്റ്, ഫെർട്ടിലൈസേഴ്സ്, മെഷീനറി. അതായത് കൊമേഴ്ഷ്യൽ ഇൻപുട്ട് മാർക്കറ്റ്, നമുക്ക് അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡും മെഷീനറി, ഇതിന്റെ മാർക്കറ്റിന് കൂടി അവിടെ എന്താവാൻ വേണ്ടി തുടങ്ങി, ഗ്രോത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. ബിക്കോസ് നമുക്ക് കൃഷിക്ക് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ട്. സോ നമ്മൾ അത് എന്താക്കും, അതൊക്കെ നമ്മൾ വാങ്ങും. സോ ഇവിടെ കൃഷി മാത്രമല്ല ഇൻക്രീസ് ആയിട്ടുള്ളത്, എന്തിനും കൂടി അവിടെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ ഇൻപുട്ട് മാർക്കറ്റിലും അവിടെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊരു കാര്യമാണെന്നെങ്കിലും അതിൽ ചെറിയ രീതിയിലുള്ള ലിമിറ്റേഷൻസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? സോ ഈ ഒരു ഗ്രീൻ റവല്യൂഷനിലൂടെ നമുക്ക് ഉണ്ടായ ലിമിറ്റേഷൻസ് എന്തൊക്കെ നോക്കാം. ബെനിഫിറ്റ് കോൺസെൻട്രേറ്റഡ് മെയിൻലി ഇൻ പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ UP. റീജിയണൽ ഇനീക്വാലിറ്റി ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചില ഭാഗങ്ങളിൽ മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. അതായത് പഞ്ചാബില്, അതുപോലെ തന്നെ ഹരിയാനയില്, പിന്നെ വെസ്റ്റേൺ UP, അതായത് ഉത്തർപ്രദേശിന്റെ വെസ്റ്റേൺ ഭാഗങ്ങളിലേക്കായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കൃഷിയിടങ്ങളിൽ നമ്മൾ എന്താക്കിയിട്ടില്ല, നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ല. പിന്നെ ഫേവേർഡ് ലാർജ് ഫാർമേഴ്സ്, വൈഡൻ ഇൻകം ഇനീക്വാലിറ്റി. ഇൻകം ഇനീക്വാലിറ്റി നല്ല രീതിയിൽ അവിടെ വന്നു. ബിക്കോസ് എന്താണ്, വലിയ വലിയ ഫാർമേഴ്സിനായിരുന്നു ഈ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. സോ ചെറിയ ചെറിയ ഫാർമേഴ്സിന് അതിന്റെ നേട്ടങ്ങൾ എന്തായിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ്, ഓവർ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് കോസ് സോയിൽ ആൻഡ് വാട്ടർ ഡീഗ്രേഡേഷൻ. കൃഷി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പം മണ്ണിനും വെള്ളത്തിനൊക്കെ അതെന്തായി, അതൊരു നെഗറ്റീവ് രീതിയിലാണ് ഇമ്പാക്ട് ചെയ്തത്, അല്ലെ? സോയിലും വാട്ടർ ഡീഗ്രേഡേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെ? അതൊക്കെ നശിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നെഗ്ലെക്ട് ഓഫ് പൾസസ്, ഓയിൽ സീഡ്സ് ആൻഡ് കോസ് സെറിയൽസ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, അവർ നെഗ്ലെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെയിൻ ആയിട്ട് അവരെന്തിലാ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, മെയിൻ ആയിട്ട് വീറ്റിനും റൈസിനും മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അഗ്രികൾച്ചറിൽ ന്യൂ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫുഡ് ഗ്രെയിൻസിനെ ഇൻക്രീസ് ചെയ്യിക്കുക, അതാണ് എന്ത്, ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. മിഡ് 1960s മുതലുള്ള ആ ഒരു പീരീഡിനാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ റൈസും വീറ്റുമായിരുന്നു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രീൻ റവല്യൂഷന്റെ മറ്റൊരു പേരാണ് വീറ്റ് റവല്യൂഷൻ. ആൻഡ് ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞില്ലേ, HIV സീഡ്സും അതുപോലെ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസും ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ഒരു പോയിന്റ്സ് നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ നമ്മുടെ ലാംഗ്വേജിൽ തന്നെ നമുക്ക് അത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതുപോലുള്ള ഇനി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.